സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ മരിക്കുകയാണെങ്കിൽ ഈ ആളുകൾ വരുന്നത് സത്യത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാനും മരിച്ച ആളോടുള്ള അനുശോചനം അറിയിക്കാനും വേണ്ടിയിട്ടല്ല. അതൊക്കെ സെക്കൻഡറിയാണ്. ബഹുഭൂരിപക്ഷം ആളുകൾ വരുന്നത് അവിടെ വരുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. മമ്മൂട്ടിയെ കാണാൻ വേണ്ടി, മോഹൻലാലിനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ സത്യനാന്തിക്കാരനെ കാണാൻ വേണ്ടി, പറ്റുമെങ്കിൽ ഇവരെ ഒന്ന് തൊട്ടു നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി വരുന്നവരാണ്. സഖാവ് പിണറായി വിജയൻ എഴുന്നള്ളിയപ്പോൾ ധ്യാൻ മൃതദേഹത്തോടൊപ്പം കൊണ്ട് അദ്ദേഹം മുഖ്യനെ കണ്ടിട്ട് എഴുന്നേറ്റില്ല, വേണ്ട രീതിയിൽ ആദരിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് സൈബർ സഖാക്കൾക്ക്. ഇടതുപക്ഷ മുന്നണിയുടെ വമ്പിച്ച മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അച്യുതാനന്ദനെ കണ്ടിട്ട് എഴുന്നേക്കാഞ്ഞ ആളാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെ കണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റില്ല എന്ന് അദ്ദേഹത്തിന് പരാതി പറയാൻ പറ്റുകയില്ല. പ്രമുഖ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ശ്രീനിവാസൻ്റെ അന്ത്യോപചാര ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് പത്രമാധ്യമങ്ങളുടെ വലിയ ഉത്സാഹത്തിലും സിനിമാ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ മുൻകൈയിലും നടത്തപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ കാണുമ്പോഴാണ് മനുഷ്യർക്ക് ശരിക്കും മരിക്കാൻ പേടിയാവുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അയാളെ ന്യൂസ് ചാനലുകാരും പത്രങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ പ്രവർത്തകരും അതുപോലെ നാട്ടിൽ നിലയും വിലയുള്ള ആളുകൾ ഈ മരിച്ച ആളുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ അന്ത്യോപചാരം അർപ്പിക്കുന്ന സ്ഥലത്തേക്കും ഇരച്ചു കയറുകയാണ്. പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ മരിക്കുകയാണെങ്കിൽ ഈ ആളുകൾ വരുന്നത് സത്യത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാനും മരിച്ച ആളോടുള്ള അനുശോചനം അറിയിക്കാനും വേണ്ടിയിട്ടല്ല. അതൊക്കെ സെക്കൻഡറിയാണ്. ബഹുഭൂരിപക്ഷം ആളുകൾ വരുന്നത് അവിടെ വരുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. മമ്മൂട്ടിയെ കാണാൻ വേണ്ടി, മോഹൻലാലിനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ സത്യനാന്തിക്കാരനെ കാണാൻ വേണ്ടി, പറ്റുമെങ്കിൽ ഇവരെ ഒന്ന് തൊട്ടു നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി വരുന്നവരാണ്. ഈ മരിച്ചുപോയ ആളുടെ ബന്ധുക്കളുടെ വികാരങ്ങളെക്കുറിച്ചും അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഇവർക്ക് യാതൊരു ചിന്തയുമില്ല, യാതൊരു ഉത്കണ്ഠയുമില്ല, യാതൊരു ആകാംക്ഷയുമില്ല. ജനമങ്ങനെ ഇടിച്ചു കയറുകയാണ്. അവർക്ക് കാണേണ്ടത് മമ്മൂട്ടിയാണ്, അല്ലാണ്ട് മരിച്ചുപോയ ശ്രീനിവാസനെയല്ല. ശ്രീനിവാസനോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ല. അങ്ങനെ വരുന്നവരും ഉണ്ടാവും. പക്ഷേ അധികം പേരും വരുന്നത് ഇതുപോലെയുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ്. ഇത് പുതുമയുള്ളൊരു കാര്യമല്ല. 1981 ഈ സിനിമാ നടൻ ജയൻ മരിച്ചത്. അന്നും ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയത് ഞാൻ ഓർക്കുന്നുണ്ട്. വന്ന ആളുകളെ ആക്രോശിച്ച് എം ജി സോമനെവിടെ, സുകുമാരനെവിടെ, സീമയെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പുതുമയുള്ള കാര്യമല്ല. ഇത് ഇന്നോ നാളെ അവസാനിക്കാനും പോകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, നമ്മുടെ ന്യൂസ് ചാനലുകൾ നടത്തിയിട്ടുള്ള വമ്പിച്ച ഈ വിലാപ ശുശ്രൂഷ അത് അതിഭയങ്കരമായിരുന്നു. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇവിടെ വിവാദ വിഷയമായി തീർന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ എഴുന്നള്ളിയപ്പോൾ ഈ ശ്രീനിവാസൻ്റെ ഇളയ മകൻ ധ്യാൻ മൃതദേഹത്തോടൊപ്പം കൊണ്ട് അദ്ദേഹം മുഖ്യനെ കണ്ടിട്ട് എഴുന്നേറ്റില്ല, വേണ്ട രീതിയിൽ ആദരിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് സൈബർ സഖാക്കൾക്കും മറ്റ് സഖാക്കൾക്കും ഉള്ളത്. ധ്യാൻ എഴുന്നേറ്റില്ല എന്നുള്ളത് സത്യമാണ്. മുഖ്യമന്ത്രി അടുത്തെത്തി ഇദ്ദേഹത്തിൻ്റെ തോളിൽ തൊടുകയും ചെയ്തു. അപ്പോൾ കാണാതിരുന്നിട്ടല്ല എഴുന്നേക്കാൻ. ഒരു പക്ഷേ ശ്രീനിവാസൻ്റെ സന്ദേശത്തിൽ പറയുന്ന പോലെ അതിൽ സഖാവ് കോട്ടപ്പള്ളി ഒരു കടലാസിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ റോൾ അഭിനയിച്ച തിലകൻ പുറകിൽ വന്ന് ഇദ്ദേഹത്തെ തൊട്ട് വിളിക്കുമ്പോൾ പ്രഭാകരൻ ചാടി എഴുന്നേറ്റിട്ട് അച്ഛനായിരുന്നു, ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണ്, നമ്മൾ ഭയപ്പെടേണ്ടത് കുത്തക മുതലാളിമാരെ മാത്രമാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇപ്പോൾ അത് യൂട്യൂബിലും മറ്റുമൊക്കെ വീണ്ടും പടർന്ന് പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു സംഭവമായിരിക്കും ഒരുപക്ഷെ ധ്യാനം സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് കണ്ടിട്ട് മുഖ്യമന്ത്രി അല്ല, ഏതോ കുത്തക മുതലാളിയാണ്, അംബാനിയോ അദാനിയോ യൂസഫ് അലിയോ രവിപ്പിള്ളയോ മറ്റോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ധ്യാൻ എഴുന്നേക്കാഞ്ഞത് എന്ന് കരുതാൻ ന്യായമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ധ്യാൻ പത്രമാരണങ്ങളൊന്നും വായിക്കാത്ത ആൾ, ടി വി ചാനലുകൾ കാണാത്ത ആളായിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കണ്ട് മനസ്സിലാകാതിരുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ അവിടെ എത്രയോ ആളുകൾ വരുന്നു. മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എഴുന്നേറ്റാൽ പിന്നെ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ എഴുന്നേക്കണം. അത് കഴിഞ്ഞ് വരുന്ന എം എൽ എമാരെ എം പിമാരെ എല്ലാവരെയും കാണുമ്പോൾ എഴുന്നേറ്റ് ഇദ്ദേഹത്തിന് ഇരിക്കാനും എഴുന്നേക്കാനും മാത്രമേ സമയമുണ്ടാവുള്ളൂ. വേറെ യാതൊന്നും സമയം കിട്ടുകയില്ല. ഒരുപക്ഷെ അതുകൊണ്ടും ആയിരിക്കാം എഴുന്നേക്കാഞ്ഞത്. ധ്യാൻ ശ്രീനിവാസൻ ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമുള്ള ആളല്ലേ എന്ന് കരുതിയിട്ട് വേണമെങ്കിൽ എഴുന്നേക്കാമായിരുന്നു. പക്ഷേ ഏതായാലും ആ ചെറുപ്പക്കാരന് എഴുന്നേക്കാൻ തോന്നിയില്ല.
അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീനിവാസൻ്റെ അന്ത്യോപചാര കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ രണ്ട് ആൺമക്കളും, മുതിർന്ന രണ്ട് ആൺമക്കളും പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. അവരത്രയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്ത ഒരച്ഛനാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ദുഃഖം ഉണ്ടാവും, അതിൻ്റെ വേദന ഉണ്ടാവും, മനോവിഷമം ഉണ്ടാവും. ആ സമയത്ത് ഇത് മുഖ്യമന്ത്രിയാണോ, സ്പീക്കറാണോ, പ്രതിപക്ഷ നേതാവാണോ, രാഹുൽ ഗാന്ധിയാണോ എന്നൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. മറ്റുള്ളവരും അത് മനസ്സിലാക്കണം. പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചോളം ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞിടല്ലേ, കൊടുത്താൽ കൊച്ചിയിലും കിട്ടും. ഇടതുപക്ഷ മുന്നണിയുടെ വമ്പിച്ച മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അച്യുതാനന്ദനെ കണ്ടിട്ട് എഴുന്നേക്കാഞ്ഞ ആളാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെ കണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റില്ല എന്ന് അദ്ദേഹത്തിന് പരാതി പറയാൻ പറ്റുകയില്ല. കാരണം VS അച്യുതാനന്ദനെ കണ്ടിട്ട് എഴുന്നേക്കാഞ്ഞ പിണറായി വിജയൻ ധ്യാൻ ശ്രീനിവാസനെ കുറ്റം പറയാൻ യാതൊരു അവകാശവും ഇല്ല, അധികാരവുമില്ല, ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശവുമില്ല. അതുകൊണ്ട് ഞാൻ ധ്യാൻ ശ്രീനിവാസനെ അഭിനന്ദിക്കാമെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ്, ആർക്കും വന്നുപോടാവുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും മനോവിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ നാട്ടുനടപ്പിൻ്റെ ഒരു രീതിയാണ് എന്ന് കരുതി സമാധാനിക്കാൻ മാർഗമുള്ളൂ.